2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ മെസ്സിയുടെ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിക്ക് വേണ്ടി ഈ കപ്പ് നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ കർത്തവ്യം അവർ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. നമുക്കറിയാം, ആ ഒരു ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ മെസ്സിയുടെ മുഖത്ത് എത്രത്തോളം സന്തോഷമുണ്ട്, അതിൽ ഇരട്ടി സന്തോഷം ആ സഹതാരങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, തങ്ങളുടെ ഇതിഹാസത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്തു കൊടുത്തതെന്നുള്ളത്. പ്രത്യേകിച്ച് എമി മാർട്ടിനസിൻ്റെ ഒക്കെ മുഖത്ത്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും അതേ സ്ക്വാഡിൽ ഏതാണ്ട് 17 താരങ്ങളെ അർജൻറ്റീന നിലനിർത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു അതേ വൈബിൽ തന്നെയായിരിക്കും അർജൻറ്റീന വരുന്നത്. ഒരു 9ഓളം പുതിയ പ്ലേയേഴ്സിനെയും ഉൾപ്പെടുത്തി ഒരു ജനറേഷൻ ഷിഫ്റ്റിലേക്ക് പോകുന്ന ഈ ഒരു അർജൻറ്റീന ഈ ഒരു വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക? എന്തായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം? ഇത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവും? തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അത് തന്നെയാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 1958 ബ്രസീൽ, 58-62 ബ്രസീൽ അടുപ്പിച്ച് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം വേറെ ഒരു ടീമും അങ്ങനെ ഒരു കോൺസിക്യൂട്ടീവ് വേൾഡ് കപ്പ് ഒരിക്കലും വിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നമ്മൾ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് 22 കപ്പ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെഗസി അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയാണിത്. അതായത് ഈ ഒരു വേൾഡ് കപ്പ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രമാവും അത്, അടുപ്പിച്ച് 2 വേൾഡ് കപ്പ് നേടുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെയാണ് പ്ലേയേഴ്സ് എല്ലാവരും വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫാൻസിനായാലും എല്ലാവരും പറയുന്നത് എന്താ പറയുക, പഴയ ഒരു ആവേശമില്ല എന്നുള്ള എല്ലാവരും പറയാറുണ്ട്. ഒന്ന് ആൾ റിലാക്സ്ഡ് ആണ്. സാധാരണ നമുക്കറിയാം, നമ്മൾ അർജൻറ്റീനയുടെ കളി കാണുമ്പോൾ, ഞാനൊരു 98 വേൾഡ് കപ്പ് മുതൽ അർജൻറ്റീനയുടെ കളി കാണുന്ന ഒരാളാണ്. നമുക്ക് എപ്പോഴും വേൾഡ് കപ്പ് ആകുമ്പോൾ വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. ഇനി എപ്പോഴും ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തൊരു 4 വർഷം കാത്തിരിക്കണം അങ്ങനെയുള്ള ഒരു ഇതിലാണ് വരുന്നത്. പ്രത്യേകിച്ചും മെസ്സി ഒരു പ്രൈം സ്റ്റേജിലേക്കും കൂടി വന്നതോടുകൂടി മെസ്സിൻ്റെ ഇൻ്റർനാഷണൽ ഫെയിലേഴ്സ് വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ഓരോ വേൾഡ് കപ്പ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു കോപ്പ അമേരിക്ക കഴിയുമ്പോഴും ഇനിയും നമ്മൾ കാത്തിരിക്കണമല്ലോ എന്നുള്ള ആ ഒരു ഇതിലായിരിക്കും നമ്മളെല്ലാവരും കളി കാണാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെയധികം ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ കളി കാണുന്ന ആൾക്കാരാണ്. അർജൻറ്റീന ഫാൻസിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കളി കാണുന്നത്. ഓൾറെഡി നമ്മൾ ഒരു വേൾഡ് കപ്പ് 2 കോപ്പ അമേരിക്ക ഒക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആണ്. അത് പ്ലെയേഴ്സിൻ്റെ ഇതിലും ആ ഒരു ഇതുണ്ട്. പക്ഷേ എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് കൂടി വിൻ ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി അത് സ്കലോണി ഇന്നലത്തെ പ്രസ് മീറ്റിലടക്കം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു വേൾഡ് കപ്പും കൂടി വിൻ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. വേൾഡ് കപ്പ് അടിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിപ്പം അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ എന്താ പറയുക, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ള ഉറപ്പ് ഇന്നലെ കോച്ച് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരിയറിൻ്റെ ഒരു ബിഗ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ മെസ്സി വേൾഡ് കപ്പ് അടിക്കുന്നു, ഒരു കരിയർ പൂർത്തിയാകും, നമ്മൾ പറയുക ഒരു കരിയറിൻ്റെ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത ഒരു അവസരമായിരുന്നു മെസ്സിയുടെ വേൾഡ് കപ്പ് എന്നുള്ളത്. അപ്പം ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഡിമേരിയും അതുപോലെ തന്നെയാണ് പരമാവധി നേടാൻ പറ്റുന്നതൊക്കെ നേടിയിരിക്കുന്ന ഒരു സമയത്ത് ഡിമേരിയ തൻ്റെ കരിയർ ഫിനിഷ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ആൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായിരിക്കും മെസ്സിയെ ഈ ഒരു വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് അടുത്തതിനെ പറ്റി ആലോചിക്കാമെന്നുള്ള രീതിയിലേക്ക് നയിച്ചൊരു മോട്ടീവ് എന്തായിരിക്കും? കഴിഞ്ഞ വേൾഡ് കപ്പ് വിൻ ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു, ലൈക്ക് എന്താണ് മെസ്സി ഇനി കളിക്കുമോ, മെസ്സി നാഷണൽ ടീമിനോട് ഉണ്ടാവുമോ, അതോ ഈ ഒരു പെർഫെക്റ്റ് ഗുഡ് ബൈ എന്നുള്ള വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഗുഡ് ബൈ ആയിരിക്കുമോ എന്നുള്ള കാര്യം ആ സമയത്ത് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെസ്സി പറഞ്ഞത് എനിക്ക് വേൾഡ് ചാമ്പ്യനായിട്ട് ഈ ടീമിൻ്റെ കൂടെ കളിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ആ വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ഫീലിങ്ങിൽ നമുക്കറിയാം, മെസ്സി നമ്മൾ കളി കാണുന്നത് നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലമായിട്ട് ആ ടീമിനെ ക്യാരി ചെയ്ത മെസ്സി, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുള്ള മെസ്സിക്ക് എത്രമാത്രം സ്ട്രെസ്ഫുൾ ആയിരിക്കും, എത്രമാത്രം അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും ഓരോ മാച്ചും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ മെസ്സി പറഞ്ഞത് ഞാനിപ്പോൾ വേൾഡ് ചാമ്പ്യനാണ്, എനിക്ക് ആ വേൾഡ് ചാമ്പ്യൻ എന്നുള്ള രീതിയിൽ ഈ ടീമിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് മെസ്സി പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് റിലാക്സ്ഡ് ആയിട്ട് ഒരു അടുത്ത ജനറേഷനെ കളിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു മോട്ടിവേഷൻ അത് തന്നെയായിരിക്കും മെസ്സി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു പ്ലെയറിനെ അറിയാം നമുക്ക് എപ്പോൾ വെൻ ടു കോൾ, ഇറ്റ്സ് മൈ ഡേ എന്നുള്ളത് എപ്പോഴും പറയണമെന്നുള്ളത് അറിയാം. ഇപ്പോഴും മെസ്സി നമുക്കറിയാം, കഴിഞ്ഞ കളിയിൽ ഐസ്ലൻഡിനെതിരെ അർജൻറ്റീന നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ 70 മിനിറ്റിൽ മെസ്സി വന്നതിന് ശേഷം ഉള്ള കളിയിലുള്ള മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ടീം മൊത്തം ഒന്ന് ഡിസിപ്ലിൻഡായി, ചെറിയ എന്താ പറയുക, ഒരു 45 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു ത്രൂ ബോൾ പോകുന്നു, അതൊരു പെനാൽറ്റി ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫാക്ടർ അതിപ്പോഴും മെസ്സിയിലുണ്ട്. അത് പണ്ടത്തെ പോലെ അത്രയും പേസ് കുറഞ്ഞിട്ടുണ്ടാവുക, ഒരുപാട് ആൾക്കാർ ഡ്രിബിൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റ്, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലോ ബ്ലോക്ക് ടീംസിനെതിരെയൊക്കെ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫ്രീ കിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും മെസ്സിയിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു യങ് ടീമിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർ, അതായത് ഇപ്പം മെസ്സി, ഒട്ടാമെൻഡി, എമി മാർട്ടിനസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു യങ് ടീമിനെ നല്ല രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരു ടീമിൻ്റെ കോറായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പിന് ശേഷം ഇനി എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും മെസ്സി ഈ നാഷണൽ ടീമിൻ്റെ കൂടെയുള്ള ടൈം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് ലോങ് ആസ് ഹി എൻജോയ്സ് ഹിസ് ടൈം വിത്ത് ദ ടീം ആൻഡ് ഹിസ് ഫുട്ബോൾ,
മെസ്സി കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വേൾഡ് കപ്പിന് ശേഷമുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ അർജൻറ്റീന ഫാൻസിന് ഒരു പ്രഷറും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ കളിക്കുന്നൊരു അല്ലെങ്കിൽ കാണുന്നൊരു വേൾഡ് കപ്പാണ്. പ്ലേയേഴ്സ് ആണെങ്കിൽ ടെൻഷൻ ഇല്ലാതെ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഫാൻസിനെ അലട്ടുന്നൊരു പ്രശ്നം പരിക്കാണ്. അതായത് താരങ്ങളെ ആയിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ വാർത്തകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ വാർത്ത വന്നത് ബെല്ലാർഡി ആയിരുന്നു. ബെല്ലാർഡി റൂൾഡ് ഔട്ട് ആവുന്നു, പകരം സെനേസി വരുന്നു. അത് അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ച് കുറച്ചുകൂടി ആശ്വാസമുള്ളൊരു വാർത്തയാണ്. സെനേസിയെ പുറത്തിരുത്തിയതിൽ ഒരുപാട് വിഷമിച്ച ആരാധകർക്ക് സന്തോഷിക്കാനൊരു വകയായി എന്നുള്ള. പക്ഷേ മറ്റു കുറച്ച് പേരുകളോടുകൂടി പരിക്കിൻ്റെ പേരിൽ കേൾക്കുന്നത്. ഒന്ന് മോണ്ടിയലാണ്, മറ്റത് പരാഡസ് ആണ്, മൂന്നാമത്തെ പേരാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത്, നിക്കോ പാസിൻ്റെ പേരാണ്. ഇപ്പോൾ നിക്കോ പാസിൻ്റെ പേര് ആളുകൾക്കറിയാം. അത് ഈ ഒരു വേൾഡ് കപ്പിലെ ഒരു ഔട്ട് ബ്രേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നാഷണൽ ടീമിൽ തന്നെ അനൗൺസ്മെൻ്റ് ആയിരിക്കും എന്നുള്ളത് തോന്നിപ്പിച്ചൊരു പേരായിരുന്നു നിക്കോ പാസ് എന്നുള്ളത്. അപ്പോൾ ആളുടെ ഒരു പരിക്കിൻ്റെ പേരൊക്കെ സാധ്യതകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പരിക്ക് തുടർച്ചയായി പല ടീമിനും, അർജൻറ്റീനയ്ക്ക് മാത്രമല്ല ബാക്കി പല ടീമിനും വരുന്നുണ്ട്. എന്തായിരിക്കും ബേസിക്കലി ഈ ഒരു പരിക്കിന് പ്രധാന കാരണമായിട്ട് തോന്നുന്നത്? പരിക്കിന് പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റിംഗ് സീസണാണ് കഴിഞ്ഞ് വരികയാണ്. ദെൻ ഈ എല്ലാ ലീഗുകളിലും ഈ പറഞ്ഞ പോലെ മാച്ചസ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചസ് കൂട്ടിയിട്ടുണ്ട്. മാച്ചസിൻ്റെ എണ്ണം കൂടുന്തോറും പ്ലെയേഴ്സിനൊരു പ്രശ്നങ്ങൾ വരും. ദെൻ അതേപോലെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം. അതായത് ഈ ഒരു അമേരിക്കയിൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് തൊട്ട് തന്നെ നമ്മൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത്, ചൂടിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പിച്ചിൻ്റെ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ പിച്ചിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കേട്ടിരുന്നു. ചില പിച്ചുകൾ ഭയങ്കര ചെറുതാണ്. അതായത് യൂറോപ്പിൽ കളിക്കുന്ന അത്ര പിച്ചിൻ്റെ വലിപ്പമില്ല. അതുകൊണ്ട് പ്ലെയേഴ്സ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഇഞ്ചുറി വരുന്നത്. പിന്നെ നിക്കോപാസിൻ്റെ കാര്യം കഴിഞ്ഞ ഫ്രണ്ട്ലിയിൽ ഐസ്ലാൻഡ് ബോട്ടിൽ ഫ്രണ്ട്ലിയിൽ ഇറങ്ങിയതാണ്. പക്ഷെ അദ്ദേഹം ചെറിയൊരു പരിക്കിൻ്റെ ലാഞ്ചന കാണിച്ചു എന്നുള്ളത് നമുക്ക് തോന്നി. പക്ഷെ നിക്കോപാസ്, എൻ്റെ ഒരു അഭിപ്രായം, നിക്കോപാസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ മെസ്സി കഴിഞ്ഞാൽ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായേക്കാം ഈ നിക്കോപാസ്. ആരാണ് ആ 10ാം നമ്പർ ഏറ്റെടുക്കുക എന്നുള്ളത് നിക്കോപാസ് ആയേക്കാം. കാരണം ഈ കഴിഞ്ഞൊരു സീസണിൽ നമ്മൾ കോമോൻ്റെ മാച്ചസ് കാണുമ്പോൾ കോമോന് ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് നൽകുന്നൊരു പ്ലെയർ നിക്കോപാസാണ്. അതിൻ്റെ ആ ഒരു നമ്പേഴ്സും അങ്ങനെ തന്നെയാണ്. ഗോളടിക്കുന്നുമുണ്ട്, അതേപോലെ അസിസ്റ്റുകളും കൊടുക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫാബ്രിഗാസിൻ്റെ ആ ഒരു ടീമിൻ്റെ ഒരു കോർ എലമെൻ്റ് ആയിരുന്നു നിക്കോപാസ്. അദ്ദേഹം തിരിച്ച് റയലിലേക്ക് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിക്കോപാസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബലേഡിക്ക് പകരം സെനേസി വരണമെന്നാണ് എല്ലാ അർജൻറ്റീന ആരാധകരും പ്രതീക്ഷിച്ചത്. എല്ലാവരും ക്രിട്ടിക്സൊക്കെ പറഞ്ഞത് സെനേസി ടീമിലേക്ക് വരണമെന്നാണ്. അത് അവസാനം ഇഞ്ചുറി കാരണം വരികയുണ്ടായി. സോ അർജൻറ്റീനയ്ക്ക് ഇഞ്ചുറി കാരണം, നിക്കോപാസിൻ്റെ ഇഞ്ചുറി അത്ര സീരിയസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇഞ്ചുറി കാരണം അത്ര വലിയ പ്രശ്നം അർജൻറ്റീനയ്ക്ക് വരാൻ സാധ്യതയില്ല. കാരണം അവരുടെ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ സേഫാണ്. സോ അർജൻറ്റീനയ്ക്ക് അത്ര പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. സാർ, നമ്മൾ നിക്കോപാസിൻ്റെ കാര്യം പറഞ്ഞു. നിക്കോപാസ് ഒരു പക്ഷേ അടുത്തൊരു ക്രിയേറ്ററായി മാറാൻ അർജൻറ്റീനയുടെ മെസ്സിയോളം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മെസ്സിയോളം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്തരത്തിലൊരു യുവതാരത്തെ. എന്നിരുന്നാൽ കൂടി ഒരു ക്രിയേറ്ററായിട്ട് മിഡ്ഫീൽഡിൽ നിന്നും ബോളുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇരു വിങ്ങിലേക്കും ബോളുകൾ പായിക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്ററായിട്ട് നിക്കോപാസ് വളരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? നിക്കോപാസിൻ്റെ നമ്മുടെ ഏർലി കരിയർ ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് ഇപ്പം കോമോയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ആളോ അങ്ങനെയല്ല. പക്ഷേ ഒരു പെർഫെക്റ്റ് വെയ്റ്റഡ് പാസ്, ത്രൂ ബോളൊക്കെ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഒരു ലോങ് റേഞ്ച് ഷോട്ടും ഫ്രീ കിക്കൊക്കെ കാലിലുള്ള ഒരു പ്രോപ്പർ നമ്പർ 10 ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയറാണ്. ഒരു പ്രോപ്പർ നമ്പർ 10 പ്ലെയറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, വേൾഡ് കപ്പ് പോലെയുള്ള ഒരു ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കുറേ ബ്രേക്ക് ഔട്ട് സ്റ്റാർസ് ഉണ്ടായിരുന്നു. നമ്മൾ അർജൻറ്റീനയുടെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻസോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ മക്കാലിസ്റ്റർ, അൽവാരസ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂറോപ്പിലേക്ക് വന്നിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 6 മാസമായിട്ടുള്ള യൂറോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. മക്കാലിസ്റ്റർ ആണെങ്കിൽ ബ്രൈറ്റണിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഫുട്ബോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടെങ്കിലും ഒരു കോമൺ ഫാൻ ബേസിന് അധികം ഫെമിലിയർ ആയിട്ടുള്ള പേരായിരുന്നില്ല ഈ എൻസോ ആണെങ്കിലും മക്കാലിസ്റ്റർ ആണെങ്കിലും അൽവാരസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പിടി ആൾക്കാർ ഇപ്രാവശ്യം ടീമിലുണ്ട്. അതിൽ ഏറ്റവും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത്
നിക്കോപാസ് ആണ്. നമുക്കറിയാം സീരിയയിലെ തന്നെ ബെസ്റ്റ് യങ് പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. അതുപോലെ തന്നെ നല്ല ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഒരിക്കലും മെസ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മെസ്സിൻ്റെ നമുക്ക് എന്താ പറയുക, നമ്മൾ മെസ്സിയെ കളിയൊക്കെ നിർത്തുമ്പോഴാണ് നമ്മൾ ആ മെസ്സി എത്രമാത്രം ഇതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാം. മെസ്സി ഈവൻ ലാലിഗയിൽ നിന്ന് പോയപ്പോൾ തന്നെ നമ്മളിപ്പം ടോപ്പ് സ്കോറേഴ്സിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര 50, 40, 50 എന്നൊക്കെ ഉള്ളതിന് എത്രമാത്രം കുറഞ്ഞു വന്നു എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഗോൾസ് മാത്രമല്ല, മെസ്സി എന്ന് പറയുന്നത് ജസ്റ്റ് ഗോൾസ് മാത്രമല്ല, ക്രിയേറ്റീവ് പ്ലെയറാണ്. ത്രൂ ബോൾ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ത്രൂ ബോൾസ് ആണെന്നുണ്ടെങ്കിലും ഡ്രിബിൾസ് ആണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിലും ഒരു കംപ്ലീറ്റ് ഫുട്ബോളറാണ്. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എനിക്കറിയില്ല വേറൊരു പ്ലെയർ ഇനി അങ്ങനെ ആ ഒരു ഇതിലേക്ക് വരുമോ എന്നുള്ള കാര്യം. അതും നമ്മൾ ഇതുപോലെയുള്ള പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്, മെസ്സിനെ പോലെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ റൊണാൾഡീഞ്ഞോ, മറഡോണ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്രയും ലോങ് കരിയർ, അതായത് നമുക്കറിയാം 2008 മുതൽ ഇപ്പം 26 ഇപ്പോൾ 18 ഇയേഴ്സ് ഈ ഒരു പീക്കിൽ ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സ് യൂറോപ്പിന് പുറത്താണ്. പക്ഷേ എന്നാലും ഈ ഇത്രയും ഒരു ലോങ് ടൈം അത്രയും പീക്കിൽ നിൽക്കുക, അത്രയും ഇതിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇനി ഒരു നിയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മെസ്സിയുടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതല്ല, പക്ഷേ നാഷണൽ ടീമിൽ മെസ്സിയുടെ ആ ഒരു റോളിലേക്ക് വരാൻ പറ്റുന്നൊരു പ്ലെയർ തന്നെയാണ് നിക്കോപാസ് പോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഇനി മറ്റ് ഈ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ്, ഒന്ന് വാലന്റിൻ ബാർക്കോ ഉണ്ട്, അതുപോലെ തന്നെ ജൂലിയാനോ സിമിയോണി. ഈ 2 പ്ലെയേഴ്സാണ് നമ്മളൊന്ന് ഈ നമ്മളധികം കണ്ടിട്ടില്ലാത്ത, എന്നാൽ പക്ഷേ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന യങ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഇവരും കൂടിയാണ്. ബാർക്കോ നമുക്കറിയാം കഴിഞ്ഞ ഐസ്ലൻഡിനെതിരെയുള്ള ഫ്രണ്ട്ലി മാച്ചിൽ ഒരു നല്ല ഗോളൊക്കെ സ്കോർ ചെയ്തിട്ട് ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ സ്ട്രാസ്ബർഗിൻ്റെ പ്ലെയറാണ്, ചെൽസി ബൗണ്ടാണ്, ചെൽസിൻ്റെ സിസ്റ്റർ ക്ലബ്ബാണ്. ഈ സീസണിൽ ചെൽസിയിലേക്ക് വരികയാണ് ബാർക്കോ. അപ്പോൾ വളരെ ആ ഒരു ഫ്രഞ്ച് ലീഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ പ്ലെയർ എന്നുള്ളതല്ല, സ്റ്റാറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് വിറ്റീഞ്ഞാൻ്റെ സിമിലർ സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ കുറച്ച് അഗ്രസീവ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ത്രൂ ബോളും അതുപോലെ തന്നെ അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ സിമിയോണി എന്ന് പറയുന്നത് നമ്മുടെ ഡിഗോ സിമിയോണിയുടെ മകനാണ്. ആ ഒരു ഫുൾ എനർജി ഉള്ളൊരു പ്ലെയറാണ് സിമിയോണി. അപ്പോൾ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർസ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് നിക്കോപാസ്, ബാർക്കോ, സിമിയോണൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തിയാഗോ അൽമാഡ നേരത്തെ ടീമിൻ്റെ കൂടെ ഉള്ള ആളാണ്, പക്ഷേ എന്താ പറയുക, നമ്മളൊരു ബിഗ് സ്റ്റേജിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു പ്ലെയറാണ്. തിയാഗോ അൽമാഡയും നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു മേജർ റോള് അർജൻറ്റീനയ്ക്ക് വേണ്ടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മെസ്സിയുടെ റോൾ എന്തായിരിക്കും ഈ ഒരു ടീമിൽ? കാരണം മെസ്സി നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പുകളിലും കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ മെസ്സി ആയിരുന്നു ഈ ഒരു ടീമിൻ്റെ മെയിൻ മാൻ. മെസ്സിയെ സെൻട്രിക് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. അതായത് മെസ്സി ക്രിയേറ്റ് ചെയ്യുന്നു, മെസ്സിക്ക് വേണ്ട സപ്പോർട്ട് ബാക്കിയുള്ളവർ കൊടുക്കുന്നു, മെസ്സിയിലൂടെ കളി പോകുന്നു എന്ന രീതിയായിരിക്കും. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ മെസ്സിക്ക് അത്ര പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജനറേഷൻ ഷിഫ്റ്റിൻ്റെ വേൾഡ് കപ്പാണ്. അതായത് ഒരു വലിയ പണ്ട് പറഞ്ഞ ഒട്ടമെൻഡി, ഏഞ്ചൽ ഡിമരിയ, അതുപോലെ തന്നെ എമി മാർട്ടിനസ്, മെസ്സി തുടങ്ങി ഈ ഒരു പേരുകളൊക്കെ മാറി ഇനി ഒരു പുതിയ ജനറേഷൻ വരാനിരിക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. അപ്പോൾ ഒരു മെസ്സി ഒരു സ്ഥിരം സ്റ്റാർട്ടർ പോലെ കളിക്കാനാണോ സാധ്യത, അല്ലെങ്കിൽ ഒരു ഓഫ് ദ ബെഞ്ച് വന്ന് ക്രിയേറ്റീവ് ഇമ്പാക്റ്റ്, ഇപ്പോൾ കഴിഞ്ഞ ഐസ്ലൻഡ് മത്സരം പോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എങ്ങനെയായിരിക്കും അതിൻ്റെ ചാൻസസ്? നമ്മൾ ആദ്യം സ്കലോണി എന്നുള്ള കോച്ചിൻ്റെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. സ്കലോണിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്കലോണി വളരെയധികം അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു കോച്ചാണ്. നമ്മളെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ടാക്ടിക് അനുസരിച്ചിട്ട് ഗെയിം പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് നമ്മുടെ സ്കലോണി. അപ്പോൾ എന്താണ് ലൈക്ക് ഓപ്പോസിറ്റ് ടീം എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ടും കൂടി ഉണ്ടാവും മെസ്സിയുടെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം വരുന്നുള്ളത്. ഇപ്പം അടുത്ത അൾജീരിയയായിട്ടുള്ള ഫസ്റ്റ് മാച്ചിൽ മെസ്സി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് ആ കളി എങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം സ്കലോണി പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഓപ്പോസിഷൻ അനുസരിച്ചിട്ടുള്ള ഗെയിം പ്ലാൻ ആയിരിക്കും മുന്നോട്ട് പോവുക. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്, മെസ്സി ആയിരുന്നു ആ ടീമിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് മെസ്സിയാണ്. എല്ലാം മെസ്സിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മെസ്സിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് മെസ്സിയിൽ നിന്ന് ഈ ഒരു ഏജിൽ നമുക്ക് ഒരുപാട് ഡിഫെൻസീവ് വർക്ക് റേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ബാക്കി ടീംമേറ്റ്സാണ്, മെസ്സിയുടെ ടീംമേറ്റ്സാണ് മെസ്സിയുടെ ഈ ലാക്ക് ഓഫ് ഡിഫെൻസീവ് വർക്ക് റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡീപോൾ ആണെങ്കിലും മക്കാലിസ്റ്റർ ആണെങ്കിലും എൻസോ ആണെങ്കിലും എല്ലാവരും ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ, ഈവൻ ഫ്രണ്ടിലുള്ള അൽവാരസ് ആണെങ്കിലും അർജന്റീനയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് അൽവാരസ് ആണ്, നല്ല പ്രസ്സിങ് ഫോർവേഡാണ്, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. അപ്പോൾ എല്ലാവരും ടീം മൊത്തത്തിൽ ആ ഒരു മെസ്സിയുടെ ആ ഡിഫെൻസീവ് വർക്ക് റേറ്റ് ഇല്ല എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. മെസ്സി ഒരു ഫ്രീ റോളിലായിരിക്കും. അപ്പോൾ ഒരു ഡിഫെൻസീവ് ഒരു ട്രാക്ക് ബാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫെൻസീവ് പ്രഷർ ഇല്ലാത്ത രീതിയിൽ മെസ്സിയുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കും സ്കലോണി ഇപ്രാവശ്യവും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്.
ഇപ്പോൾ നമുക്കറിയാം മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ മെസ്സിയുടെ സ്റ്റാറ്റ്സ് അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്, മെസ്സിയുടെ അച്ചീവ്മെൻറ്റ്സ് അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. മെസ്സി എന്നുള്ള പ്ലെയർ എല്ലാവർക്കും മൈൻഡിൽ മനപ്പാടമാണ്. അതുപോലെ തന്നെ അർജൻറ്റീനയെ കഴിഞ്ഞ വർഷം നയിച്ച പ്ലെയേഴ്സിലൊരു പേരാണ് ഏഞ്ചൽ ഡിമേരിയ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ഡിമേരിയയുടെ ആ വോയിഡ് ആര് ഫില്ല് ചെയ്യുമെന്നുള്ളത്. അതിന് ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം അത്തരത്തിലൊരു പ്ലെയർ ആയിരുന്നു, അത്തരത്തിലൊരു കരിയറായിരുന്നു ആളുടെ നാഷണൽ ടീമിൻ്റെ കൂടെ ഉള്ളതെന്നാണ്. അപ്പം ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പം ഡിമേരിയ എന്നുള്ളൊരു ഫാക്ടർ അർജൻറ്റീന മിസ് ചെയ്യും. ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത് കവറപ്പ് ചെയ്യാനുള്ള സാധ്യത? ഈ മെസ്സിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയറാണ് ഏഞ്ചൽ ഡിമേരിയ എന്ന് പറയുന്ന പ്ലെയർ. നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടുക എന്നുള്ളൊരു ശീലം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ ഡിമേരിയ എന്നൊരു പ്ലെയറിനെ എന്തായാലും അർജൻറ്റീന മിസ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പ്ലെയേഴ്സ് ഉണ്ട്, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ റോൾ ഏറ്റെടുക്കാൻ പറ്റിയ യുവതാരങ്ങളുണ്ട്. ജിയോണി സിമിയോണി ഉണ്ട്, തിയാഗോ അൽമാഡ ഉണ്ട്. ഇവരൊക്കെ ആ ഒരു പ്ലേസ് ഏറ്റെടുക്കാൻ പറ്റിയ പ്ലെയറാണ്. അവരൊക്കെ ഈ ആ ഒരു ലെവലിലേക്ക് ഉയരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. പക്ഷേ ഡിമേരിയെ റീപ്ലേസ് ചെയ്യാൻ ഡിമേരിയ ഈസ് എ ബിഗ് മിസ്, അത് ഉറപ്പായിട്ടും നമുക്ക് പറയാം. ബട്ട് സിമിയോണി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, അൽമാഡ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. നമ്മളത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി സിമിയോണിയുടെ പെർഫോമൻസ് നമ്മൾ കാണുന്നതാണ്. അതേപോലെ അൽമാഡ ഈ ഒരു ഫ്രണ്ട്ലിയിൽ നേടിയൊരു ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൽമാഡയും അറ്റാക്കിംഗ് ഒരു നല്ല ഇൻറ്റൻറ്റുള്ള പ്ലെയറാണ്. അതേപോലെ സിമിയോണിക്കും നല്ല നമ്പേഴ്സാണ്, നല്ലൊരു വിങ്ങറാണ്, ക്രോസ് നൽകാൻ പറ്റിയൊരു വിങ്ങറാണ്, അതേപോലെ ഗോൾ സ്കോറിങ് വിങ്ങറാണ്. ഡിമേരിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റിയ പ്ലെയേഴ്സ് എന്തുകൊണ്ടും അർജൻറ്റീന സ്ക്വാഡിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മാച്ചിലേക്ക് വരാം. നമുക്ക് അറിയാം അൾജീരിയയാണ് എതിരാളികൾ. അൾജീരിയയുടെ ഒരു കഴിഞ്ഞ സൗഹൃദ മത്സരമുണ്ട് നെതർലാൻഡ്സിനെതിരെ. ഒരു നല്ലൊരു കോമ്പാക്ട് ഡിഫൻസ് ഉള്ള, നല്ലൊരു സ്റ്റാർ പ്ലെയേഴ്സ് ഉള്ള ഡിഫൻസ് ഉള്ള, അല്ലെങ്കിൽ നല്ല മിഡ്ഫീൽഡ് ഉള്ളൊരു ടീമാണ് നെതർലാൻഡ്സ്. ആ നെതർലാൻഡ്സിനെ 1-0 എന്ന സ്കോറിൽ ബീറ്റ് ചെയ്തിട്ടാണ് അൾജീരിയ ഒരു വേൾഡ് കപ്പിന് ഒരുങ്ങി വരുന്നത്. നമുക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഈ ഒരു വേൾഡ് കപ്പ് തന്നെ. ഈ ഒരു വേൾഡ് കപ്പ് എല്ലാ വേൾഡ് കപ്പിൻ്റെയും ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഈ അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ചെറിയ ടീമുകൾ നന്നായി പെർഫോം ചെയ്യും ചില മത്സരങ്ങളിൽ, വലിയ ടീമുകൾ നിരാശപ്പെടുത്തും. അത്തരത്തിൽ പല ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിനിനെ പോലും നമ്മൾ ആ ഒരു രീതിയിലാണ് ഡിസ്കസ് ചെയ്ത് പോരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അൾജീരിയ എത്രത്തോളം അർജൻറ്റീനയ്ക്ക് ഒരു വെല്ലുവിളി വരുത്താനുള്ള സാധ്യതകളുണ്ട്? നമ്മൾ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ എക്സൈറ്റഡ് ആണെന്നുള്ളതിന് അനുസരിച്ച് തന്നെ അത്യാവശ്യം ടെൻഷനുണ്ട്. കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുള്ള അനുഭവം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പേഴ്സണലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മാച്ച്. അപ്പോൾ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് മാച്ച് കാണുക, അതും നമ്മുടെ ഫേവറേറ്റ് ടീമിൻ്റെ അർജൻറ്റീനയുടെ മെസ്സിയുടെയൊക്കെ കളി നേരിട്ട് കാണാന്നുള്ള ഒരു അവസരം കിട്ടിയിട്ട് ആ ഫസ്റ്റ് കളി തന്നെ തോറ്റുപോയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. നമുക്ക് ആ ഒരു മൊമെൻറ്റ് പൂർണ്ണമായിട്ടും ഒരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഒരുപാട് മലയാളികൾ ആ മത്സരം നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാച്ച് എന്നുള്ളത് എപ്പോഴും ട്രിക്കിയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലോങ് ക്ലബ് സീസൺ, ടാക്ടിക്സുമായിട്ട് അഡാപ്റ്റ് ആവാനുള്ള സമയം, അവിടുത്തെ US-ലുള്ള ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഫാക്ടേഴ്സ് ഫസ്റ്റ് മാച്ചിലെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ഓപ്പോസിറ്റ് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾജീരിയ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ്. ഒരു ഈ പറഞ്ഞ പോലെ നെതർലാൻഡ്സും അതിന് മുമ്പത്തെ മാച്ചിലാണെങ്കിൽ 4-0 ബൊളീവിയയൊക്കെ ബീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ടീം വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ നേരത്തെ, അതായത് ഈ ഒരു അണ്ടർഡോഗ് ടീംസ് ടൂർണമെൻറ്റ് ഫേവറേറ്റ്സിനെതിരെ സാധാരണ കളിക്കുന്ന രീതി, ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടർ അറ്റാക്കിൽ ഓപ്പോസിറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യുക, ഇതായിരിക്കും ഗെയിം പ്ലാൻ. അതിനുള്ള പ്ലെയേഴ്സ് അവർക്കുണ്ട്. ഇന്ന് നമുക്കറിയാം റിയാദ് മഹ്റസ് നമുക്ക് ഉണ്ട്. ആൾക്ക് ഒരു നല്ല രീതിയിൽ ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഡെഡ് സ്പോൾ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ആ ഒരു പ്ലെയർ നമ്മൾ കാണേണ്ടതാണ്. അതുപോലെയുള്ളൊരു പ്ലെയറാണ് മുഹമ്മദ് അമോറ എന്ന് പറഞ്ഞൊരു ഫോർവേഡ് ഉണ്ട്. വളരെ പേസി ഫോർവേഡാണ്. എനിക്കൊന്ന് ബുണ്ടസ് ലീഗയിൽ വൂൾസ്ബർഗിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. നല്ല സ്പീഡുള്ള പ്ലെയറാണ്. കഴിഞ്ഞ ആഫ്രിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലുള്ള ടോപ്പ് സ്കോററാണ്. നല്ല പേസുള്ള പ്ലെയറാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ആ ഒരു ബാക്ക് ലൈനിനെ എങ്ങനെ ഈ ഒരു പേസ് വെച്ചിട്ട് അവർ എക്സ്പോസ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും ബെന്നാസർ AC മിലാൻ ഇപ്പം ഡൈനാമോ സാഗ്രെബിൽ കളിക്കുന്ന ബെന്നാസർ ഉണ്ട്. ആ ബെന്നാസർ എങ്ങനെ മിഡ്ഫീൽഡ് ഹോൾഡ് ചെയ്യുന്നു, എങ്ങനെ മഹ്റസ് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ അമോറയുടെ പേസ് അർജൻറ്റീനയുടെ ബാക്ക് ലൈനിനെ എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അൾജീരിയ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ അൾജീരിയ നിലയിൽ നമ്മൾ വിട്ടുപോയൊരു പേര് എന്ന് പറഞ്ഞാൽ ലൂക്കാസ് സിദാൻ എന്നുള്ളതാണ്. സാക്ഷാൽ സിനദിൻ സിദാൻ്റെ മകൻ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അൾജീരിയക്ക് വേണ്ടി വലകാക്കുന്നു. കഴിഞ്ഞൊരു മത്സരം മാത്രം മതി ആളുടെ പെർഫോമൻസ്. നമ്മൾ ആ പേര് പലപ്പോഴും റയൽ മാഡ്രിഡിലൊക്കെ ആൾ 1-2 മത്സരങ്ങൾ കളിച്ച് റയലിൻ്റെ ബെഞ്ചിലിരുന്ന് പോയിട്ടുണ്ടെങ്കിലൊക്കെ അന്നൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാത്ത വിധം വളരെ വലിയൊരു ബിഗ് നെയിമായിട്ട് മാറിയത് കഴിഞ്ഞ നെതർലാൻഡ്സിനെതിരായ മത്സരത്തിലാണ്. ആ ഒരു മത്സരത്തിൽ അത്രയും നന്നായി കളിച്ചു, അത്രയും നന്നായി സേവുകൾ നടത്തി. നെതർലാൻഡ്സ് ഗോളെന്ന് ഉറപ്പിച്ച് ഒരുപാട് അറ്റംപ്റ്റിനെ
ആള് സുഖസുന്ദരമായി തടുത്തിട്ടു എന്നുള്ളതാണ്. അപ്പം ലൂക്കാസ് സിദാൻ എന്നുള്ളൊരു താരത്തിൻ്റെ ഒരു റോൾ എന്തായിരിക്കും അടുത്തൊരു മത്സരത്തിൽ? എങ്ങനെയായിരിക്കും ഒരു അർജൻറ്റീനയുടെ ഒരു കരിയർ ഒരു പാത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ലൂക്കാസ് സിദാൻ്റെ പെർഫോമൻസ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പോൾ ഈ അർജൻറ്റീനയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് കളിക്കുന്ന ഒരു ഫസ്റ്റ് മാച്ചാണ്. അതിൽ ഈ അർജൻറ്റീനയുടെ ഈ ഫയർ പവറിനെ തടുത്തേക്കാൻ പോകുന്നത് ലൂക്കാസ് സിദാൻ എന്ന പ്ലെയറാണ്. നെതർലാൻഡ്സിനെതിരെയുള്ള മാച്ചിൽ നമ്മൾ നിരവധി സേവുകൾ കണ്ടു. അതിന് മുന്നേ ഉള്ള അൾജീരിയയുടെ മാച്ചുകളിലും ലൂക്കാസ് സിദാൻ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു ആദ്യം. അതായത് അദ്ദേഹത്തിനൊരു ഇഞ്ചുറി പറ്റുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് തിരിച്ചു വരാണ്. അതിൻ്റെ ആ ഒരു ഹെഡ് ബാൻഡൊക്കെ വെച്ചിട്ട് തിരിച്ചു വരാണ്. എന്നിട്ട് ആ ഒരു പെർഫോമൻസ് നെതർലാൻഡ്സിനെതിരെയുള്ള അവർക്കും നല്ലൊരു ഫയർ പവറുള്ള ടീം തന്നെയാണ്. നെതർലാൻഡ്സിനെതിരെ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലൂക്കാസ് സിദാനാണ്. പിന്നെ ഒരു ബിഗ് നെയിം ആണല്ലോ സിദാൻ. തിരിച്ച് ലോകകപ്പിലേക്ക് വരുന്നു എന്നുള്ള സംഭവം, സിദാൻ എന്നുള്ള നെയിം വീണ്ടും ലോകകപ്പിലേക്ക് വരുന്നു. ആൻഡ് അത് നമുക്കൊരു നോർമൽ ഫുട്ബോൾ ഫാൻസിന് ഒരു വലിയൊരു തന്നെയാണ്. സോ ലൂക്കാസ് സിദാൻ്റെ പെർഫോമൻസ് എന്തുകൊണ്ടും അൾജീരിയക്ക് നിർണായകമായിരിക്കും. അവരുടെ ഡിഫൻസ് എങ്ങനെ, ഗോൾ കീപ്പറുടെ റോൾ എന്ന് പറയുന്നത് ഡിഫൻസിനെ കോമ്പാക്റ്റ് ആക്കി നിർത്തുക എന്നുള്ളത് ഗോൾ കീപ്പറുടെ റോൾ തന്നെയാണ്. കമാൻഡിങ് പവറുള്ള ഒരു ഗോൾ കീപ്പറുടെ റോൾ തന്നെയാണ്. അപ്പോൾ ആ അർജൻറ്റീനയുടെ ഫയർ പവർ അറ്റാക്കിനെ അൾജീരിയ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ലൂക്കാസ് സിദാൻ്റെ ഒരു കമാൻഡിങ് പവറും ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ അയാളുടെ കൈകളുടെ സേവുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. യെസ്. ഇപ്പോൾ നമ്മൾ ലൂക്കാസ് സിദാനെ പറ്റി പറയുമ്പോൾ മറുപുറത്തുണ്ട് അതുപോലെ ശക്തനായ ഒരു ഗോൾ കീപ്പർ ഉണ്ട്, എമി മാർട്ടിനസ് എന്നുള്ളത്. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു ലോകകപ്പ് സ്ക്വാഡിലേക്ക് വരുന്നു. ഒരു ലോകകപ്പ് ഫൈനലിൽ ഹീറോ ആയി ഫൈനലിൽ എന്നല്ല തന്നെ മുമ്പ് മുതലേ ഹീറോ ആയി വരുന്നു. ഫൈനലിൽ നിർണായകമായൊരു സേവ് നടത്തുന്നു, ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു, അവിടെയും വിജയിക്കുന്നു. അപ്പം എമി മാർട്ടിനസ് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് ഈ വേൾഡ് കപ്പ് കൂടി ജയിക്കണം, എന്നിട്ട് വേണം എനിക്കൊന്ന് റിട്ടയർ ചെയ്യാനെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എമി മാർട്ടിനസിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ആളുടെ ഒരു കരിയർ അങ്ങനെ ആയിരുന്നു. എന്നും ഒരു പകരക്കാരൻ്റെ റോളിൽ മാത്രം ഇരുന്ന് വേൾഡ് കപ്പിൽ വെറും ഒരു കാണിയായിട്ട് ഗാലറിയിൽ ഇരുന്നൊരു താരം ഒരു കഴിഞ്ഞൊരു 2022 വേൾഡ് കപ്പിൽ ഒരു പെട്ടെന്നൊരു നാഷണൽ ഹീറോ ആയി മാറുന്നതാണ്. അപ്പം ആളുടെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒരു കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒക്കെ സമയത്തുള്ളൊരു ട്രോൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മോപ്പെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എങ്ങനെയാണ് വിൻ ചെയ്ത് കൊടുത്തത് ബട്ടർഫ്ലൈ എഫക്റ്റ്. മോപ്പെ ലെനോ ആയിരുന്നു ആ സമയത്ത് ആർസണലിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോളി. ഒരു ടാക്കിളിൽ ഇഞ്ചുറി പറ്റുന്നു. അങ്ങനെയാണ് മാർട്ടിനസിന് ഒരു ഫസ്റ്റ് ടീം ഗോൾ കീപ്പർ എന്നുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. 2010 മുതൽ ആ ടീമിൻ്റെ കൂടെയുള്ള യൂത്ത് ടീമിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ ലോൺസിൽ പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു പ്ലെയറാണ് മാർട്ടിനസ്. പക്ഷേ ആ ഒരു ലെനോക്ക് കിട്ടിയ ഇഞ്ചുറി അതിൽ മാർട്ടിനസ് വരുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. FA കപ്പ് ഫൈനലിൽ ചെൽസിക്കെതിരെയുള്ള പെർഫോമൻസ്, അങ്ങനെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. അടുത്ത ക്വസ്റ്റ്യനാണ് ലൈക്ക് ലെനോ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും മാർട്ടിനസിൻ്റെ ഭാവി എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ വീണ്ടും സെക്കൻഡ് ഗോളിയായിട്ട് ആർസണലിൽ തന്നെ നിൽക്കണോ, അതോ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ വേറെ ഇടത്തേക്കെങ്കിലും പോകണോ എന്നുള്ളത്. ആ ഒരു ഡിസിഷൻ കറക്റ്റ് ടൈമിൽ എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ആസ്റ്റൺ വില്ലയിലേക്ക് പോയി അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെയാണ് നാഷണൽ ടീമിലേക്ക് വരുന്നത്. ഈവൻ അങ്ങനെയാണ് ഫസ്റ്റ് ലൈക്ക് നമ്മൾ വിൻ ചെയ്ത കോപ്പയിൽ തന്നെ മാർട്ടിനസ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. ഒരുപാട് ഈ പറഞ്ഞ പോലെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ സേവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ അവിടെ വരുമ്പോൾ പോലും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല. ആ കോപ്പ അമേരിക്കയിൽ വരുമ്പോൾ പോലും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല എമി മാർട്ടിനസ്. അന്ന് നമുക്കറിയാം അർമാനി ആണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി ഉണ്ടായിരുന്നത്. ആ കോവിഡിൻ്റെയൊക്കെ സമയത്ത് അർമാനി എന്തൊരു കോവിഡ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഗെയിമിലേക്ക് മീൻസ് ഫ്രണ്ട്ലി മാച്ചിലേക്ക് എമി മാർട്ടിനസ് ചാൻസ് കിട്ടുന്നത്. അതിൽ ആ പൊസിഷൻ തൻ്റെതാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ 21 മുതൽ ഇത്രയും നാളുകളായിട്ട് ടീമിൻ്റെ എന്താ പറയുക നെടുംതൂൺ. നമുക്ക് ഈ ഒരുപാട് പ്ലേയേഴ്സ് അറ്റാക്കിംഗ് പ്ലേയേഴ്സൊക്കെ എപ്പോഴും അർജൻറ്റീനക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഫോർവേഡ്സ് ഉണ്ടായിട്ടുണ്ട്, മിഡ്ഫീൽഡിലും പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ഗോൾ കീപ്പർ എന്നുള്ളത് നമ്മളിപ്പം എപ്പോഴും കമ്പയർ ചെയ്യുക ബ്രസീലൊക്കെ ആയിട്ടാണ്. ബ്രസീലിന് ദിദ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അലിസൺ ഉണ്ട്, എഡേഴ്സൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പർ ഒരിക്കലും അർജൻറ്റീനക്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ നമുക്കറിയാം 10-14 ഉണ്ടായിരുന്നത് റൊമേറോ ആണ്. റൊമേറോ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുമ്പം നല്ല രീതിയിൽ കളിക്കുമെങ്കിലും ഒരു പ്രോപ്പറായിട്ടൊരു ക്ലബ് കരിയർ പോലും ഉണ്ടാവാതിരുന്ന ഒരാളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ സെക്കൻഡ് ഗോളിയായിരുന്നപ്പോഴാണ് അർജൻറ്റീനയുടെ നാഷണൽ ടീമിലെ ഫസ്റ്റ് ഗോളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഗോൾ കീപ്പർ ഒരിക്കലും നല്ലൊരു ഗോൾ കീപ്പർ ഈ ഒരു മെസ്സി വന്നതിന് ശേഷം നമുക്കൊരു അർജൻറ്റീനക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു കുറവ് മാർട്ടിനസ് നല്ല രീതിയിൽ നികത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. അതായത് ഒരു ഇൻ്റർനാഷണൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു ടീം എന്നുള്ള ഇത് മാറ്റി ആ ഒരു ലാബിൽ മാറ്റിയതിൽ മാർട്ടിനസിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതിപ്പം 21 കോപ്പയാണെങ്കിലും 22 വേൾഡ് കപ്പ് ആണെങ്കിലും അതിനുശേഷമുള്ള 24 കോപ്പയാണെങ്കിലും എല്ലാത്തിലും മാർട്ടിനസ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയറാണ്. നമ്മളെ ടീമിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഡിമരിയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പറയുന്ന ഒരു പേരാണ്, ഫാൻസിൻ്റെ ഇടയിൽ പറയുന്ന പേരാണ് എമി മാർട്ടിനസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു വലിയ ഡിസ്കഷൻ ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് ലൗതാരോ മാർട്ടിനസ് ആണോ ഹൂലിയൻ അൽവാരസ് ആണോ ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട്
ഈ ഒരു സ്ക്വാഡിൻ്റെ കൂടെ വരേണ്ടതെന്നുള്ളത്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, സ്കലോണി എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് ഓപ്പോസിറ്റ് ടീമിനെയും കൂടി അനുസരിച്ചിട്ടാണ്. അതായത് ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്തോറും വളരെയധികം അഡാപ്റ്റബിൾ ആയിട്ടുള്ള കോച്ചാണ് സ്കലോണി. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫസ്റ്റ് ചോയ്സ് ലൗട്ടാറോ മാർട്ടിനസ് ആയിരുന്നു, പക്ഷേ അത് വർക്കായില്ല. അങ്ങനെയാണ് അൽവാരസ് ഫ്രെയിമിലേക്ക് വരുന്നത്. പക്ഷേ ലേറ്റർ സ്റ്റേജിലേക്ക് നോക്കൗട്ടിലേക്ക് വന്നപ്പോഴേക്ക് അൽവാരസ് ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അൽവാരസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽവാരസ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്, ഒരു ഫോർവേഡാണ്. പക്ഷേ അർജൻറ്റീനയുടെ ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൽവാരസ് എന്നാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന പ്ലെയറാണ്, നല്ല എനർജി ആയിട്ട് പ്രസ് ചെയ്യുന്ന പ്ലെയറാണ്. അവിടെ ഡിഫൻസ് ലൈനിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കാനും ബോൾ ഹൈ ലൈനിൽ വിൻ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു ഇമ്പാക്റ്റ് അൽവാരസ് നല്ല രീതിയിൽ ഉണ്ടാക്കും. ആ പറഞ്ഞ പോലെ മെസ്സിയുടെ ലാക്ക് ഓഫ് വർക്ക് റേറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അൽവാരസ്. ലൗട്ടാറോ മാർട്ടിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൗട്ടാറോ മാർട്ടിനസ് നമുക്കറിയാം ഈ സീസൺ, അതായത് ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് സ്കോറായിട്ടാണ് ലൗട്ടാറോ മാർട്ടിനസ് നാഷണൽ ടീമിലേക്ക് വരുന്നത്. ലൗട്ടാറോ മാർട്ടിനസ് സ്കലോണിയുടെ സ്ക്വാഡിലെ സ്കലോണി ആറ തുടങ്ങിയതിന് ശേഷമുള്ള മെസ്സി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ മെസ്സി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ലൗട്ടാറോ മാർട്ടിനസ് ആണ്. കോപ്പ അമേരിക്ക വിൻ ചെയ്തപ്പോൾ മാർട്ടിനസ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അതിനുശേഷമുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആണെങ്കിലും എല്ലാം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. ഒരു 35 ഗെയിംസ് അൺബീറ്റൺ സ്ട്രീക്ക് ഉണ്ടായിരുന്നു. അതിൽ മെസ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു മാർട്ടിനസ്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആളുടെ ഫോം ഡിപ്പാവുന്നതാണ് കണ്ടത്. ആ ഗ്യാപ്പിലേക്കാണ് അൽവാരസ് വരുന്നത്. അൽവാരസ് അങ്ങനെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു തന്നെ പറയാം. കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കോപ്പ അമേരിക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അൽവാരസ് ആണ്. അൽവാരസ് ലൗട്ടാറോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറും ബെസ്റ്റ് പ്ലെയറൊക്കെ ആയിട്ടാണ് ലൗട്ടാറോ മാർട്ടിനസ് മാറിയത്. അപ്പോൾ രണ്ടുപേരും എന്താ പറയുക, രണ്ട് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സാണ്. ഒരു അൽവാരസിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ആൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലെയറാണ്, ഒരു ഏരിയൽ എബിലിറ്റി കുറവാണ്. പക്ഷേ അത് നേരെ തിരിച്ച് ലൗട്ടാറോ മാർട്ടിനസിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ടീം ഏതാണ്, എന്ത് ടാക്ടിക്സാണ് ടീം കളിക്കാൻ പോകുന്നതിനൊക്കെ അനുസരിച്ചിരിക്കും ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആരാണെന്നുള്ളതനുസരിച്ച്. ആരാണെങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ എന്നുള്ള അൽവാരസാണ്. മാർട്ടിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അത് മാറാം. ആളുടെ ഫോം, ഫിറ്റ്നസ്, ഓപ്പോസിഷൻ ഇതിനൊക്കെ അനുസരിച്ചിട്ട് അത് മാറാം. അത് ആ ഒരു പൊസിഷനിൽ മാത്രമല്ല, ഏത് പൊസിഷനിലും അത് മാറാം. അത് മാറ്റുന്നുള്ളത് സ്കലോണി നേരത്തെ കാണിച്ച് തന്നിട്ടുള്ളതാണ്. എനിക്കത് ഫസ്റ്റ് മാച്ചിൽ അൽവാരസ് മാച്ച് ഫിറ്റാണ്, പക്ഷേ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. മിക്കവാറും ലൗട്ടാരോ സ്റ്റാർട്ട് ചെയ്യും, അൽവാരസ് ബെഞ്ചിൽ നിന്ന് വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു അർജൻറ്റീന ടീമിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു രസകരമായ ഫാക്ടർ എന്ന് വെച്ചാൽ കുറേ താരങ്ങൾ ഒരുമിച്ച് ഒരേ ടീമിൽ കളിക്കുന്നവരുണ്ട് എന്നുള്ള. ഇപ്പോൾ അറ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ തിയാഗോ അൽമാഡ, ജൂലിയാനോ സിമിയോണി, അതുപോലെ ഉലിയൻ അൽവാരസ്, 3 ആളും അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നവരാണ്. അവർ ഒരുമിച്ച് കളിക്കുന്നവരാണ്, ഒരുമിച്ച് ഒരേ ലെവലിൽ ഉണ്ടാവുന്നവരാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോൾ മെസ്സിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന റോഡ്രിഗോ ഡിപ്പോൾ മെസ്സിയുടെ മയാമിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നവർ ഒരേ കണ്ടീഷനിൽ കളിക്കുന്നവർ. അപ്പോൾ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ തുടങ്ങിയവർ പ്രീമിയർ ലീഗിൽ ഒരേ അറ്റ്മോസ്ഫിയറിൽ ഒരേ ടെമ്പോയിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് അർജൻറ്റീനയ്ക്ക് നൽകുന്നുണ്ടോ? അതായത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ ഇക്കുറി വീണ്ടും കണ്ടിന്യൂസ്ലി വിൻ ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിർത്തുന്നുണ്ടോ? ഈ അർജൻറ്റീന ഈസ് ഓൾവേസ് എ ഫേവറേറ്റ് വേൾഡ് കപ്പിക്ക് വരുമ്പോൾ. അപ്പോൾ അതുപോലെ ഈ പ്ലെയേഴ്സിന് നീ ഈ പറഞ്ഞ പോലെ ആ ഒരു ഒരുമിച്ച് കളിക്കുന്നത് എന്തായാലും അവർക്കൊരു ഉപകാരമാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാഞ്ഞിട്ട് അവരൊരു ടീമാണ്. അർജൻറ്റീനയുടെ ആ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് തൊട്ട് നമ്മൾ കാണുന്നതാണ്. ഒരു ടീം സ്പിരിറ്റ്, മെസ്സിക്ക് വേണ്ടി അല്ലെങ്കിൽ മെസ്സിയുടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ടീം സ്പിരിറ്റ് നമ്മൾ കാണുന്നതാണ് അർജൻറ്റീനയുടെ. അപ്പോൾ ആ ടീം സ്പിരിറ്റ് ഈ വർഷവും നമുക്ക് കാണാൻ പറ്റും. സ്കലോണി കൊണ്ടുവന്ന ആ ഒരു ടീം സ്പിരിറ്റ് ടീമിൻ്റെ ഉള്ളിലുള്ള അതെന്തായാലും ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. അവരെവിടെ കളിക്കുന്നതായാലും, ഏത് ലീഗിൽ കളിക്കുന്നതായാലും, ഏത് രാജ്യത്ത് കളിക്കുന്നതായാലും അവർക്ക് പ്രശ്നമില്ല. അവർ കളിക്കുന്ന ആ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്ലാഗിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പെർഫോമൻസ് അവർ ആ ഒരു ഗ്രൗണ്ടിൽ കാണിക്കുക തന്നെ ചെയ്യും. ആ ഒരു പോരാട്ട വീര്യം എന്തായാലും അർജൻറ്റീന പ്ലേയേഴ്സിൻ്റെ ഉണ്ടാവും. സോ അതെന്തായാലും അവർക്ക് ഉപകാരമാവും. ആ ഒരു ടീം സ്പിരിറ്റ് അവർക്കുണ്ട്. സോ അർജൻറ്റീന വാസ് ഓൾവേസ് എ ഫേവറേറ്റ്. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, മുമ്പൊക്കെ പറയുന്നത് സാധാരണ അർജൻറ്റീന ക്ലബ്ബിൽ കളിക്കുന്ന പെർഫോമൻസ് നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ഉണ്ടാവാറില്ലാണ്. ഇപ്പം നേരെ തിരിച്ചാണ് പറയുന്നത്. അതായത് നാഷണൽ ടീമിൽ ക്ലബ് ഫുട്ബോൾ നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ കൂടി നാഷണൽ ടീമിൽ വരുമ്പം അവർ എല്ലാം ടീമിന് വേണ്ടി കൊടുക്കുന്നതുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ടോട്ടനാമിൻ്റെ ഫൈനൽ മാച്ച്, അത് ആ ക്ലബിൻ്റെ എന്താ പറയുക ഹിസ്റ്ററിയിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു. ആ മാച്ച് തോറ്റു കഴിഞ്ഞാൽ റെലഗേഷൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയായ റൊമേറോ ഇഞ്ചോർഡാണ്. പക്ഷേ ആ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല, ആൾ അർജൻറ്റീനയിലായിരുന്നു. അപ്പോൾ ആ ക്ലബിനോട് കാണിക്കുന്നതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എത്രയോ മടങ്ങ് ആൾക്കാർ നാഷണൽ ടീമിന് വേണ്ടി ഇപ്പം കാണിക്കുന്നുണ്ടാണ്. ഇപ്പോൾ റൊമേറോ ആണെങ്കിലും നമുക്കറിയാം
ലിസാൻഡ്രോ മാർട്ടിനസ് എമി മാർട്ടിനസിനെ കാണാം. ഇഞ്ചുറി ആയിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് ഇഞ്ചുറി ആയിരുന്നു. നമ്മൾ മാഞ്ചസ്റ്ററിൽ കഴിഞ്ഞ 2 സീസണായിട്ട് സ്ഥിരമായിട്ട് കാണാത്തൊരു പ്ലെയറാണ്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പ് അല്ലെങ്കിൽ കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും ആൾ ഫുള്ള് ഫിറ്റായിട്ട് ടീമിലെത്തും. ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് എനിക്കൊന്ന് 6 പ്ലേയേഴ്സ് ആയിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സാണ്. അപ്പോൾ ഐ മീൻ വേൾഡ് കപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് ടീമിലുള്ളത് അതെ, ടീമിൽ 6 പ്ലേയേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നുള്ള പ്ലേയേഴ്സാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്കറിയാം. സിമിയോണി ആ ഒരു ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ്, അഗ്രസീവായിട്ടുള്ള ഫുട്ബോളാണ്. ഒന്നും എന്താ പറയുക, എന്ത് വന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് സിമിയോണിക്കുണ്ട്. ആ ഒരു സിമിയോണിൻ്റെ ടീമിനുണ്ട്. ആ ഒരു ഇതിലേക്കും കൂടി എന്താ പറയുക വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഒരു ചെറിയൊരു കൺസേൺ ലൈക്ക് അർജന്റീന ആലോചിച്ചിട്ടില്ല, അൾജീരിയ ആക്ച്വലി ഒരു അത്ര മോശം ടീമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഫ്രണ്ട്ലി നമുക്കറിയാം നെതർലാൻഡ്സിനെ ഒപ്പിച്ചു. അവരുടെ കോച്ച് എന്ന് പറയുന്നത് വ്ളാഡിമിർ പെറ്റ്കോവിച്ച് എന്ന് പറഞ്ഞ കോച്ച് യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ കോച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ യൂറോ 2020 ഫ്രാൻസിനെയൊക്കെ, അന്നത്തെ വേൾഡ് ചാമ്പ്യൻസ് ആയിരുന്നു ഫ്രാൻസിനെ പുറത്താക്കി ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ എത്തിയ ഒരു ടീമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഈ മൊറോക്കോ ഒക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, കോമ്പാക്റ്റ് ഡിഫെൻഡ് ചെയ്യുക, ദെൻ ഫാസ്റ്റ് പേസ് അറ്റാക്കാണ്. അതിനുള്ള പ്ലെയേഴ്സും അവരിലുണ്ട്. ഈ അമീൻ ഗവേരി അല്ലെങ്കിൽ റിയാദ് മെഹ്റസ്, അതേപോലെ ആ ഗോൾ നേടിയ ഹാജി മൂസ, അദ്ദേഹം ആ ഡച്ച് ലീഗിൽ 11 ഗോൾ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ. അതുപോലെ അമോറയായാലും 8 ഗോൾ അങ്ങോട്ടുണ്ട് ഈ ഒരു സീസണിൽ. സോ അവരുടെ പ്ലെയേഴ്സിൻ്റെ ആ ഒരു ഫാസ്റ്റ് പേസ് അറ്റാക്കിനെ അർജൻറ്റീനയുടെ ഡിഫൻസ് കുറച്ച് ഏജിങ് ആണോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. സെനേസിയുടെ വരവോടെ അത് കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഏജിങ് ആണോ, ആ ഒരു ഏജിങ് ഡിഫൻസ് എങ്ങനെ ഈ ഒരു ഫയർ പവർ അറ്റാക്കിനെ നേരിടും? ഇവർക്ക് നമുക്കറിയാം, ഇവർ ഒരുമിച്ചാണ് ടീം, ഒരുമിച്ചാണ് ഡിഫെൻഡ് ചെയ്യുക, ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യുക. അർജൻറ്റീന ആ ഒരു ശൈലി അങ്ങനെയാണ്. പക്ഷേ ഈ ഫാസ്റ്റ് പേസ് അറ്റാക്കിനെ അർജൻറ്റീന ഡിഫൻസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ അൾജീരിയ അത്ര ചെറിയ ടീമല്ല, ബട്ട് സ്റ്റിൽ അർജൻറ്റീനയാണ് ഈ ഒരു മാച്ചിലെ ഫേവറേറ്റ്. യെസ്. അപ്പോൾ ഈ ഒരു സ്ക്വാഡ് നമുക്കറിയാം വേൾഡ് കപ്പ് അടിച്ചു വരുന്ന ടീമാണ്. അതിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾക്കൊന്നും പരിശീലിക്കാൻ മുതിരാനുള്ള സാധ്യതകളില്ല. എന്നിരുന്നാൽ കൂടി ഈ ഒരു ടീമിൽ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. പോരായ്മകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. എല്ലാ ടീമും ഒരു 100% ഒരു വേൾഡ് വിന്നിങ് സ്ക്വാഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ടീമിനും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. എന്താണ് ഈ ഒരു സ്ക്വാഡിൽ ശരിക്കും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്? പ്രശ്നം ഒന്ന്, നമ്മൾ ലെഫ്റ്റ് വിങ് ബാക്ക്, ലെഫ്റ്റ് ഫുൾ ബാക്ക് പൊസിഷൻ ടാഗ്ലെഫിക്കോ ആണ് കളിക്കുന്നത്. കഴിഞ്ഞിപ്പം വേൾഡ് കപ്പിലാണെങ്കിലും കോപ്പ അമേരിക്കയിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ ടാഗ്ലെഫിക്കോയും അതുപോലെ തന്നെ അക്യൂനെയാണ് ലെഫ്റ്റ് ഫുൾ ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഓപ്പോസിഷൻ അനുസരിച്ചിട്ടും പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസിനനുസരിച്ചിട്ടും ഇവർ രണ്ടുപേരും മാറിയാണ് ആ ഒരു പൊസിഷനിൽ വന്നിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അക്യൂന ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. ഒരു റെക്കഗ്നൈസ്ഡ് ലെഫ്റ്റ് ഫുൾ ബാക്ക് എന്ന് പറയാൻ വേണ്ടി ടാഗ്ലെഫിക്കോ മാത്രമേ ഉള്ളൂ. ടാഗ്ലെഫിക്കോ കറൻ്റ്ലി ഇഞ്ചേർഡ് ആണ്. ഫസ്റ്റ് കളിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ടാഗ്ലെഫിക്കോ മാത്രമേ ഉള്ളൂ. ഈവൻ ടാഗ്ലെഫിക്കോ ഒരു 33 വയസ്സായിട്ടുള്ള പ്ലെയറാണ്. ഇഞ്ചുറി ഉണ്ട് ഇപ്പം. അപ്പോൾ ആ ഒരു പൊസിഷൻ ഈ ഇഞ്ചുറിയിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഒരു സെക്കൻഡ് മാച്ച് തേർഡ് മാച്ചൊക്കെ ആകുമ്പോഴേക്ക് ടീമിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു സിംഗിൾ പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കേണ്ട ഒരു ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അർജൻറ്റീനയുടെ വിങ്ങേഴ്സ് നേരത്തെ ഡിമറി ഉണ്ടായിരുന്നു, പക്ഷേ ഡിമറി ഇല്ല ഇപ്പോൾ. അപ്പോൾ യൂഷ്വലി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നത് അൽമാഡ ആയിരിക്കും. അൽമാഡ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വിങ്ങർ അല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, നമ്പർ 10 പ്ലെയറാണ്. ഹു ഡ്രിഫ്റ്റ്സ് ഇൻസൈഡ്, ഉള്ളിലേക്ക് വന്നിട്ട് പാസുകളും ഷോട്ടുകളും എടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. പക്ഷേ നമ്മളെന്താ പറയുക, ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ്. റൈറ്റിലാണെന്നുണ്ടെങ്കിൽ മെസ്സി ഉള്ളിലേക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് മൊളിനയാണ് അവിടെ ആ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ലെഫ്റ്റിൽ ടാഗ്ലെഫിക്കോ ഉണ്ടെങ്കിൽ ടാഗ്ലെഫിക്കോ ആണ് ആ ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട പ്ലെയർ. പക്ഷേ ടാഗ്ലെഫിക്കോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇഞ്ചേർഡ് ആണ്. ഈ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകും തോറും ആളുടെ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രം പറ്റില്ല. അപ്പോൾ ആ ഒരു പ്ലെയറെ ഒരു പ്ലെയറെ മാത്രം ഒരു പൊസിഷനിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്ക്വാഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് തോന്നുന്നുണ്ട്. അതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഫ്രണ്ട്ലി മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെദീനയാണ് ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ മെദീന ഒരു ഫുൾ ബാക്ക് അല്ല, ഒരു സെൻറ്റർ ബാക്കാണ്. അന്നത്തെ മാച്ചിൽ അവിടെ കളിച്ചു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സെൻറ്റർ ബാക്ക് ഫുൾ ബാക്ക് പൊസിഷനിൽ കളിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് റൺസ് വരാനുള്ള സാധ്യത കുറയും. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസ് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയറാണ്, അവിടെ കളിക്കാം. പക്ഷേ അഗെയിൻ നമ്മൾ ലിസാൻഡ്രോ മാർട്ടിനസ് സെൻട്രൽ ഡിഫൻസിൽ കളിക്കുമ്പോൾ വെച്ചാൽ ആൾ മിഡിലേക്ക് വന്ന് ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബോൾ പ്ലേയിങ് പ്ലെയറാണ്. ആ ഒരു എബിലിറ്റി നമ്മളവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ആളെ വിങ്ങിൽ കളിക്കുമ്പോൾ ഒരു ഓവർലാപ്പിംഗ് എന്നുള്ള ആ ഒരു ഫാക്ടറും കൂടി അവിടെ പോവുകയാണ്. അപ്പോൾ മെദിനയാണ് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളൊരു ഓഫ് ദ ബോൾ 4-4-2 ആണ് കളിക്കുന്നുണ്ടെങ്കിലും വിത്ത് ദ ബോൾ ഒരു 3-5-2 എന്നുള്ളൊരു ഫോർമേഷൻ ആയിരിക്കും. ഒരു ബാക്ക് 3 ഓഫ് റൊമേറോ,
ഒട്ടാമെൻഡി അല്ലെങ്കിൽ മാർട്ടിനസ് വിത്ത് മെദീന, അതിന് മൊളീന ഓവർലാപ്പ് ചെയ്ത് ആ ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും കളിക്കുക. അപ്പോൾ ഈ ഒരു ഒറ്റ ലിഫ്റ്റ് ബാക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു സ്ക്വാഡിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാർക്കോ ആക്ച്വലി കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ബാർക്കോയെ ഒരു ലെഫ്റ്റ് ഫുൾ ബാക്കായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാലും അതിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഈ ഒരു സ്ക്വാഡ് ഇതുവരെ സ്കലോണി പുറത്തു വിട്ടിട്ടില്ല. ഇന്നത്തെ ഒരു പ്രാക്ടീസ് സെഷൻ കൂടി കഴിഞ്ഞിട്ട് സ്ക്വാഡ് റിവീൽ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് പ്രാക്ടീസ് മാച്ചുകളൊക്കെ അർജൻറ്റീന 2 ഫോർമേഷനിലാണ് കളിച്ചിട്ടുള്ളത്. ഒന്നൊരു 3-5-2 എന്നുള്ള ഫോർമേഷനിൽ. അപ്പോൾ അതിൽ റൊമേറോ, ഒട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ് ബാക്ക് 3. പിന്നെയുള്ളത് ആ വിങ് ബാക്ക് പൊസിഷനിൽ 2 വിങ്ങേഴ്സിനെയാണ് കളിപ്പിച്ചിട്ടുള്ളത്. ലെഫ്റ്റിൽ നിക്കോ ഗോൺസാലസും റൈറ്റിൽ സിമിയോണി. അങ്ങനെ 2 വിങ്ങേഴ്സാണ് വിങ് ബാക്സ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. മെസ്സി ഫോർവേഡിൻ്റെ തൊട്ട് പുറകിലുള്ള ഫ്രീ റോളിൽ മെസ്സിയും, പിന്നെ ഒരു മിഡ്ഫീൽഡ് 3 എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള എൻസോ, മക്കാലിസ്റ്റർ, ഡീപോൾ എന്നുള്ള ഒരു സ്റ്റേബിൾ മിഡ്ഫീൽഡ് 3 വന്നിട്ടുള്ളത്. ഇനി ബാക്ക് 4ലേക്ക് ഇത് ബാക്ക് 4 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെദീന ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരും. പിന്നെ ലെഫ്റ്റ് വിങ്ങിലേക്ക് അൽമാഡ ആയിരിക്കും വരിക. ഇതായിരിക്കും ഒരു ഫോർമേഷൻ്റെ സാധ്യതകൾ. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി, ആ ഒരു ലെഫ്റ്റ് ബാക്കിൽ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഏജിങ് ബാക്ക് ലൈൻ, ഒരു ക്യുക്ക് കൗണ്ടർ അറ്റാക്കിനൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള പേസ് ബാക്ക് ലൈൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം റൊമേറോ എന്ന് പറയുന്ന ഒരു പ്ലെയർ, റൊമേറോ ക്യാപ്പബിൾ ആണ്. ഒട്ടാമെൻഡി കുറച്ച് സ്ലോ ആണ്, പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഒരു യൂണിറ്റ് ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് മറികടക്കാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അൾജീരിയ ഒന്ന് പ്രയാസപ്പെടുത്തിയാലും അർജൻറ്റീനക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. യെസ്, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. സാർ അതിനല്ലേ കരുതുന്നത്? അർജൻറ്റീന വിജയിക്കണം എന്നാണ് ആഗ്രഹം, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് പറയാമല്ലോ, ഇനിയിപ്പം ആദ്യത്തെ മത്സരം നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ആവണമെന്നില്ല. പക്ഷേ എന്തായാലും മുന്നോട്ട് പോകുന്നതോറും അർജൻറ്റീന എന്നുള്ള ടീം എന്നുള്ള രീതിയിലും എല്ലാം മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് തോറ്റു തുടങ്ങിയാലും പ്രശ്നമില്ല എന്നർത്ഥം. അത് കഴിഞ്ഞ വേൾഡ് കപ്പ് അങ്ങനെയാണ് കാണിക്കുന്നത്. തോറ്റ് തുടങ്ങി കഴിഞ്ഞാലും അതൊരു പാഠമാണ്. ആക്ച്വലി തോക്കുക എന്ന് പറയുന്നത് ഒരു പാഠമാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് മാച്ച് നമുക്കറിയാം, സൗദി അറേബ്യയായിട്ടുള്ള മാച്ച് ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പറ്റി. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റി. നമ്മൾ നേരെ മറിച്ച് മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പെയിൻ ഫസ്റ്റ് കളിയിൽ 7 ഗോളൊക്കെ അടിച്ച് ജയിച്ച ടീമാണ്. പക്ഷേ മുന്നോട്ട് പോകുന്നതോറും അവർ ആ ഒരു സ്റ്റക്കായിപ്പോയി. അപ്പോൾ എപ്പോഴും നമ്മളൊരു എന്താ പറയുക, തുടക്കത്തിലെ പ്രശ്നങ്ങൾ, സ്ക്വാഡിലുള്ള പ്രശ്നങ്ങൾ, ഫോർമേഷനിലെ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ മനസ്സിലാക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും.